ഹലോ, വാച്ച് വിത്ത് അഞ്ചിലേക്കുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തൃശ്ശൂരുള്ള KSRTC ഡബിൾ ഡെക്കൽ ബസ്സിലെ യാത്രയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നമ്മുടെ തൃശ്ശൂർ വശത്തു കൂടെ ആന പോകുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് ബസ് പോണ കാണുമ്പോൾ തോന്നിയിരുന്നത്. അപ്പോൾ വെക്കേഷനിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് വെക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ആകെക്കൂടി വീക്സിൽ 2 ദിവസമുള്ളൂ. ശനി ഞായർ മാത്രമാണ് ബസ്സിൻ്റെ ട്രാവലുള്ളൂ. അതും ഈവനിങ് 5:30-ക്കും 7:30-ക്കും അങ്ങനെ 2 ടൈമിലായിട്ടാണ് ബസ് യാത്രയുള്ളത്. ഒരാൾക്ക് പെർ ഹെഡ് 200 രൂപയാണ്. നമ്മളിത് ഈ 2 ടൈമിങ്ങും ശോഭ സിറ്റിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഈ ബസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യം 5:30-ക്ക് തന്നെ ബസ് എടുത്തു. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് എടുക്കാം. ഓൺലൈനായിട്ട് ഒരാൾ ബുക്ക് ചെയ്താലും ഈ ബസ് എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓഫ്ലൈനായിട്ട് മിനിമം 5 പേരെങ്കിലും വേണം ഈ ബസ്സിൽ നിന്ന് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബസ്സിൽ സീറ്റിംഗ് ഒക്കെ വളരെ കംഫർട്ടബിളാണ്. ഒരു വേസ്റ്റ് പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ബസ് പോകുന്നത് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്ര സ്മൂത്തി ആയിട്ടാണ് ബസ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ശക്തന്ന് എടുത്തിട്ട് കോർപ്പറേഷൻ്റെ മുന്നിൽ കൂടെ പോയിട്ട് ഇപ്പോൾ ദാ റൗണ്ടിലേക്ക് അങ്ങോട്ട് കയറി നമ്മൾ വടക്കുന്നാഥൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഒരു റൗണ്ട് അവിടെ അടിച്ചിട്ടാണ് പിന്നെ ശോഭ സിറ്റിയിലേക്ക് എത്താനാണ് റൂട്ട് പറഞ്ഞത് കേട്ടോ. നമ്മുടെ കണ്ടക്ടർ നിഷമേടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കിപ്പോൾ താഴത്തെ വ്യൂസാണ് കാണിച്ചു തരാൻ. താഴെ ഇരിക്കുന്നില്ല. താഴത്തെ ഇരിക്കാൻ 100 രൂപയാണ് ചാർജ്. മുകളിൽ ഇരിക്കാനാണ് 200 രൂപ ചാർജ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചാറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു സ്ക്രീൻ ഞാൻ കണ്ടു. ആ സ്ക്രീനിൽ എന്താ വെച്ചാൽ നമ്മൾ മുകളിൽ ഇരിക്കുന്ന സീറ്റിങ്ങിലുള്ള എല്ലാ ആൾക്കാരെയും കാണാൻ അതിൽ സാധിക്കും. അപ്പോൾ വളരെ സേഫ്റ്റി ആയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ നമ്മുടെ ഈ ബസ്സിനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീറ്റിംഗ് ഉള്ളിലുള്ളത്. അപ്പോൾ മുകളിലേക്ക് ഞാൻ കയറാണ്. 2 സൈഡിൽ കൂടിയും സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക് കയറാനും ഇറങ്ങാനും. അപ്പോൾ അതാ ഈ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മുടെ നിഷമേടൊക്കെ വെച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നെഹ്റു പാർക്കിൻ്റെയൊക്കെ അവിടെ എത്തി. ശരിക്കും പാർക്കിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. പോട്ടെ നമ്മൾ ബസ് പോകണ കാണുമ്പോൾ നമ്മൾക്ക് താറ്റ പറയാനും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ 2ാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ വടക്കുന്നാഥന് മുന്നിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഒരു 2 ഫുൾ ട്രിപ്പ് റൗണ്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ വടക്കേ സ്റ്റാൻഡിലേക്ക് എത്തുക. അപ്പോൾ ഒരു ബസ്സിൻ്റെ സിഗ്നൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാത്ത ആൾക്കാരൊക്കെ ബസ്സിനുള്ളിൽ കൂടെ എത്തിച്ച് നോക്കുകയാണ് ശരിക്കും ഇതെന്താണ് സംഗതി എന്നറിയാനായിട്ട്. അപ്പോൾ സിഗ്നലിൽ അവിടെ നിന്നൊക്കെ ഒരുപാട് അറിയാത്ത ആൾക്കാരൊക്കെ ബസ്സിൽ യാത്ര ചെയ്തവർക്ക് കൗതുകമായിപ്പോയി. ശരിക്കും നമ്മളൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സംഘങ്ങൾ പോലെയൊക്കെ കുടുംബശ്രീ, തൊഴിലുറപ്പ്, അമ്മമ്മമാർ, അച്ചാച്ചന്മാർ അവർക്കൊക്കെ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ഡബിൾ ഡെക്കർ ബസ് യാത്ര. ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പായിട്ട് നമുക്കിതിനെ കണക്കാക്കാം കേട്ടോ. നല്ലൊരു ഈവനിങ് ആണ്. ശരിക്കും ഒരു മഴക്കാറും കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സേഫായിട്ടുള്ള യാത്രയായിരുന്നു. ഇതുപോലെ ഒരു പല്ലൊക്കെ പോയിട്ടുണ്ടേ. അപ്പം നമ്മൾ അവളെ ഒരു സന്തോഷിപ്പിക്കാനും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു ട്രിപ്പ് യാത്ര വെച്ചിട്ടുണ്ടായിരുന്നത്. ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതാ ഇപ്പോൾ കളക്ട്രേറ്റിന് അവിടെ എത്തി. അയ്യന്തോട് വശത്തു കൂടെയൊക്കെ തിരിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് താറ്റൊക്കെ തന്നു. ശരിക്കും നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ശരിക്കും ആ അരങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. കുറേ ഇതേപോലെ തന്നെ കേബിൾ ലൈൻസൊക്കെ ക്രോസ് ചെയ്ത് പോകണമെന്നൊക്കെ നമ്മളൊന്ന് തല കുമ്പിടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ യാത്ര പോകണമെങ്കിൽ. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ദുദിമോൾക്ക് കൂട്ടിന് ഒരു മോളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവർ പറയുന്ന പാട്ടാണ് നമ്മുടെ കണ്ടക്ടർ ചേച്ചി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എൻജോയ്മെൻറ്റും ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അപ്പോൾ നമ്മളിത് അയ്യന്തോട് വശത്തു നിന്ന് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് നമ്മൾ ശോഭ സിറ്റിയിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ല ക്ലൗഡൊക്കെ നോക്കിയാൽ നല്ലൊരു തണുത്ത കാറ്റ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ യാത്ര. കുടയൊന്നും കൈ പിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ താഴേക്ക് പോകേണ്ടി വന്നേനെ. അപ്പോൾ നമ്മളിത് അർജൻറ്റീനയുടെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാറൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും മോള് കട്ട മെസ്സി ഫാനാണ്. അപ്പോൾ നമ്മൾ ജേഴ്സിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഫുട്ബോളിലെ യോയോ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ബസ്സിലൊക്കെ തന്നെ ശോഭ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്തിയിടുക, വെയിറ്റ് ചെയ്യുക, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അവിടെ ഒരു റൗണ്ട്സാണ് അടിക്കുന്നത്. അപ്പോൾ ശോഭയിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് താറ്റ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള ലുക്കിലാണ് നമ്മുടെ യാത്രയൊക്കെ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലവർക്കും നിർത്തണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിർത്തിയാനേ. അപ്പോൾ ആരും ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ടേണൊക്കെ അടിച്ചു. നമ്മളിപ്പോൾ നെസ്റ്റോ വഴി എത്തി. അപ്പോൾ വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സീറ്റിങ്ങിനുള്ള ഓരോ സെറ്റിങ്സൊക്കെയാണ് നമ്മൾ കാണുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ് യാത്ര ട്രൈ ചെയ്യണം കേട്ടോ. വളരെ നല്ലൊരു
എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ശരിക്കും 1 മണിക്കൂർ 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ സേഫായിട്ട് തിരിച്ചെത്തിച്ചു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.